അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് 7ാമത്തെ പാഠമാണ്. ചാപ്റ്ററിൻ്റെ പേര് ഓർഗനൈസേഷണൽ ബിഹേവിയർ ആൻഡ് മോട്ടിവേഷൻ ഫ്രം തിയറി ടു പ്രാക്ടീസ്. അപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ തിയറികൾ നേരെ പറയുകയാണ് ചെയ്തത്. ഓരോരുത്തർ കൊണ്ടുവന്ന തിയറികൾ ആരാ കൊണ്ടുവന്നത് അത് ചുരുക്കി പറയുകയാണ് ചെയ്തത്. ഈ ചാപ്റ്ററിൽ ആ തിയറി ടു പ്രാക്ടീസ് എന്നുള്ളതാണ്. അത് എങ്ങനെ പ്രാക്ടിക്കലാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള രൂപത്തിലാണ് ഇതിലുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഈ ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയറിനെ നല്ല രൂപത്തിൽ മനസ്സിലാക്കാം. നമ്മൾ തുടക്കത്തിൽ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ സംഭവമാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ. അതായത് പ്രധാനമായിട്ട് 3 സംഗതികളാണ് അതിലുള്ളത്. ഒന്ന് സൈക്കോളജി പരമായിട്ട് ഓരോരുത്തരുടെ ഇൻഡിവിജ്വലായിട്ട് ഓരോ വ്യക്തികളുടെയും മനഃശാസ്ത്രപരമായ അവരുടെ സ്വഭാവ രീതികൾ മനസ്സിലാക്കുന്നൊരു രൂപം. രണ്ടാമത്തേത് നമ്മൾ സോഷ്യോളജി എന്ന രൂപത്തിൽ പറഞ്ഞു. അതായത് ഒരു ഗ്രൂപ്പിൻ്റെ കൾച്ചർ എങ്ങനെയാണ്, ഒരു ഗ്രൂപ്പ് ഒരു ഓർഗനൈസേഷൻ കൊണ്ടുപോകുമ്പോൾ അവരുടെ സ്വഭാവ രീതികൾ എങ്ങനെ മനസ്സിലാക്കാൻ, അവരുടെ കൾച്ചർ മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത് പറഞ്ഞ സംഭവമാണ് ഓർഗനൈസേഷണൽ എന്ന് പറഞ്ഞിട്ട് മൂന്നാമതൊരു കാറ്റഗറി കൂടി പറഞ്ഞു. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ആ ഫസ്റ്റ് ചാപ്റ്ററിൽ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പിന്നെ 4 ഫൗണ്ടേഷണൽ OB മോഡൽസ്, ഓർഗനൈസേഷൻ ബിഹേവിയറിൻ്റെ 4 ഫൗണ്ടേഷണൽ മോഡലുകൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഒരു മോഡലാണ് ഓട്ടോക്രാറ്റിക് മോഡൽ എന്നുള്ളത്. അതായത് ഇതൊരു കമാൻഡ് ആൻഡ് കൺട്രോൾ, അതായത് ഒരാൾ കൽപ്പിക്കുക എന്നിട്ട് അങ്ങനെ കൽപ്പിച്ച് കമാൻഡ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്ന ഒരു രൂപമാണത്. അപ്പോൾ ഇത് തികച്ചും വളരെ ഒരു റിജിഡ് ആയിട്ടുള്ള എംപ്ലോയീസിനൊക്കെ, ജോലിക്കാർക്ക് ഒരു റിജിഡ് മൈൻഡ് ആയിരിക്കും ഉണ്ടാവുക. കാരണം അവർ കൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള രൂപത്തിൽ വരുമ്പോൾ അത്ര ഒരു റാഹത്ത് കിട്ടില്ല ജോലി ചെയ്യുന്ന ആൾക്കാർക്കും. രണ്ടാമത്തെ കസ്റ്റഡിയൽ മോഡലാണ്. അതായത് ഇത് ഒന്നാമത്തതിൻ്റെ അത്ര സ്ട്രോങ് അല്ലെങ്കിലും ചെറിയ രൂപത്തിലൊക്കെ എംപ്ലോയീസിനും അതിലിടപെടാനുള്ള ഒരു സാഹചര്യം കൊടുക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത്തൊരു മോഡലാണ് സപ്പോർട്ടീവ് മോഡൽ. ഇത് പൂർണ്ണമായിട്ടും എംപ്ലോയീസുമായി ബന്ധപ്പെട്ട് അവരെ പരമാവധി സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ട സാലറി, അതിനനുസരിച്ചുള്ള ജോലി അങ്ങനെ തുടങ്ങി അവർക്ക് ഒരു ജോലിക്കാരനക്ക് പരമാവധി സപ്പോർട്ടീവായി ഇവരോട് കൂടെ കഴിഞ്ഞു പോകാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ ഒരു മൂന്നാമത്തെ മോഡലുള്ളത്. നാലാമത്തത് കൊളീജിയൽ മോഡലാണ്. അതായത് അത് ഈ ജോലിക്കാർക്കിടയിൽ തന്നെ വരുന്ന ഒരു നല്ലൊരു സാഹചര്യമാണ്. അതായത് പരസ്പരം പൂർണ്ണമായ കോർപ്പറേഷൻ, സഹകരണത്തോടു കൂടെ പരസ്പരം വളരെ നല്ല ടീം വർക്കിൽ ചെയ്യുക എന്നുള്ള കാര്യം ഈ 4 മോഡലിലും ഉണ്ടാവാറുണ്ട്. അതിൽ തന്നെ ഏറ്റവും നല്ല മോഡൽ, മോശപ്പെട്ടതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ പ്രധാനമായിട്ട് ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത് 7 ഗെയിം ചേഞ്ചിങ് മോട്ടിവേഷൻ തിയറികളാണ്. നമ്മൾ മുമ്പ് പറഞ്ഞ ചില തിയറികളും ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതെങ്ങനെ പ്രാക്ടിക്കലാക്കാം എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ഇതിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തത് നമ്മൾ പറഞ്ഞു, അബ്രഹാം മാസ്ലോവിൻ്റെ ഹയറാർക്കി ഓഫ് നീഡ്സ് എന്നുള്ള തിയറി. ഒരു പിരമിഡ് വരച്ചിട്ട് അതിൽ അദ്ദേഹം ഒരു 5 ലെവലുകൾ വിശദീകരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് ആ ഒരു തിയറിയാണ് ഇതിൽ ആദ്യം കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തത് ഹെർസ്ബർഗിൻ്റെ 2 ഫാക്ടർ തിയറി, സാറ്റിസ്ഫിക്കേഷനും ഡിസ്സാറ്റിസ്ഫിക്കേഷനും നമ്മളത് മുമ്പേ ചർച്ച ചെയ്തതാണ്. പിന്നെ മൂന്നാമത്തതാണ് ആൾഡർ, കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് കേട്ടോ. മൂന്നാമത്തെ തിയറിയാണ് ആൾഡർ ഫേഴ്സിൻ്റെ എർഗ് തിയറി എന്ന് പറയും, ERG തിയറി. അതായത് ഒന്നും കൂടി അബ്രഹാം മാസ്ലോവിൻ്റെ ഈ ഒരു തിയറിയെ ഒന്നും കൂടി ലളിതമാക്കി സിംപ്ലിഫൈ ചെയ്തിട്ടാണ് ഈ ഒരു തിയറി കൊണ്ടുവന്നിട്ടുള്ളത്. അയാൾ ഇതിനെ ഒരു 3 കാറ്റഗറിയിലേക്ക് തിരിച്ചു. ആ ഒരു 5 ലെവലുള്ള ഒരു പിരമിഡിനെ 3 കാറ്റഗറിയിലേക്ക് തിരിച്ചു, ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് അദ്ദേഹം ഇതിനെ വിശദീകരിച്ച ഒന്ന് എക്സിസ്റ്റൻസ്, ബേസിക് സർവൈവലായിട്ട് ഒന്നാമത്തെ, രണ്ടാമത്തെ സോഷ്യൽ കണക്ഷൻസ്, മൂന്നാമത്തെ പേഴ്സണൽ ഡെവലപ്മെൻറ്റ്. ഈ 3 രൂപത്തിൽ അദ്ദേഹം ഇതിനെ ക്ലാസിഫൈ ചെയ്തു. അപ്പോൾ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. നാലാമത്തെ ഒരു തിയറി നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞത്
മെക്കലൻഡിൻ്റെ അച്ചീവ്മെൻറ്റ് തിയറി ഗോൾ മുമ്പേ കഴിഞ്ഞ ചാപ്റ്ററിൽ ചർച്ച ചെയ്തതാണ്. പിന്നെ അഞ്ചാമത്തെ ഒരു തിയറിയാണ് വീറൂംസ് എക്സ്പെക്റ്റൻസി തിയറി എന്നുള്ളത്. അതായത് ഇതിന് എക്സ്പെക്റ്റൻസി തിയറി നമ്മൾ എത്രത്തോളം അതിനെ കൊണ്ട് ആകാംക്ഷിക്കുന്നുണ്ടെന്നുള്ള ഒരു രൂപത്തിൽ, അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു എഫോർട്ട് എടുക്കുമ്പോൾ ഒരു ജോലി ചെയ്യാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നത് അതിലുള്ള സാലറി അനുസരിച്ചായിരിക്കും. സാലറി ഇത്ര നമുക്ക് കിട്ടും, അപ്പോൾ അതുകൊണ്ട് നല്ല പണിയെടുക്കുക. പിന്നെ ആ കിട്ടുന്നത് നമുക്ക് എത്രത്തോളം അച്ചീവബിൾ ആണ് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുക. പിന്നെ എത്രത്തോളം വാല്യുബിൾ ആണെന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുക. അങ്ങനെ ഒരു പോസിറ്റീവ് മോട്ടിവേഷൻ നമ്മളിൽ തന്നെ ഉണ്ടാക്കുക എന്നുള്ളൊരു തിയറിയാണത്. പിന്നെ അതുപോലെ അടുത്ത ആറാമത്തെ ഒരു തിയറിയാണ് ആദം എന്നുള്ള ആളുടെ ഇക്വിറ്റി തിയറി. സ്വാഭാവികമായിട്ടും നമ്മൾ ഒരാളുടെ സാലറി, നമുക്ക് കിട്ടുന്ന സാലറി സ്വാഭാവികമായിട്ടും ഒരു 50,000 മാസമാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒരാളുടെ ജോബും സാലറിയും നമ്മൾ കമ്പയർ ചെയ്യും സ്വാഭാവികമായിട്ടും. അങ്ങനെ എല്ലാവരും ഒരുപോലെ ഇക്വിറ്റി ആയിരിക്കണം എന്നില്ല, ഈക്വൽ ആയിരിക്കണം എന്നില്ല, വ്യത്യസ്ത സാലറികളുള്ള ആളുകളായിരിക്കും. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് നമ്മളുടെ ജോലിയെയും അതുപോലെ സാലറിയൊക്കെ സെലക്ട് ചെയ്യുക. പിന്നെ ലോക്കിൻ്റെ ഗോൾ സെറ്റിംഗ് തിയറി മുമ്പ് പറഞ്ഞതാണ്, കഴിഞ്ഞ ചാപ്റ്ററിൽ അത് പറഞ്ഞതാണ്. അപ്പോൾ ഗോൾ സെറ്റ് ചെയ്തിട്ട് അതിനു വേണ്ടി പരമാവധി പരിശ്രമിക്കുക, ആ രൂപത്തിലാണ് ആ ഒരു തിയറി പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് പ്രധാനമായിട്ട് ഇതിലുള്ളത്. പിന്നെ അതുപോലെ ഈ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ പറയാറ്, പ്രധാനമായിട്ട് ഈ തിയറികൾ മൊത്തം പ്രാക്ടിക്കലായിട്ട് എങ്ങനെ കൊണ്ടുവരിക എന്നുള്ളത് വ്യത്യസ്ത രൂപങ്ങളിലാണ്. ഒന്ന് ജോബ് ഡിസൈന്, നമ്മളൊരു ജോലി നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഈ തിയറികളൊക്കെ നോക്കി, തിയറികൾ നോക്കില്ല, അതിൻ്റെ ഒരു പ്രാക്ടിക്കലേ നമ്മൾ ചിന്തിക്കാറുള്ളൂ. സാലറി, ഏറ്റവും നല്ല സാലറി ഏതാണ്, നമുക്ക് യോജിക്കുന്ന ജോലി ഏതാണ്, അത് രണ്ടും നോക്കി അതിൽ നിന്ന് നമുക്ക് ഏറ്റവും നല്ല സേഫ്റ്റി ആയിട്ടുള്ള പാക്കേജ് ഏതാണ്, അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ജോബ് ഡിസൈൻ ചെയ്യുക. പിന്നെ പാർട്ടിസിപ്പേഷൻ, അതിലെത്രത്തോളം നമ്മൾ അതിനെ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം. പിന്നെ റെക്കഗ്നിഷൻ പ്രോഗ്രാംസ്, ക്ലിയർ കമ്മ്യൂണിക്കേഷന്, സപ്പോർട്ടീവ് ലീഡർഷിപ്പ്, ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ്, ഇതൊക്കെ ആണ് പ്രധാനമായിട്ട് നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ അതിൽ നിന്ന് വരുന്ന സംഗതികൾ. പ്രധാനമായിട്ട് ഈ കാര്യങ്ങളാണ് പാഠത്തിൽ ചർച്ച ചെയ്യുന്നത്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്തൊരു ചാപ്റ്ററിൽ അടുത്ത വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.